ഹായ് കേരറ്റ് ജയൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ഇന്ത്യൻ ആർമി റാലിയിലേക്ക് തയ്യാറെടുക്കുന്ന ഒത്തിരി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്താൽ രണ്ട് എക്സാം എഴുതണോ, ഫിസിക്കൽ എങ്ങനെയായിരിക്കും, രണ്ട് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണോ എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എത്തിച്ചിരിക്കണം. കാരണം മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ്. എല്ലാ കുട്ടികളും എന്തായാലും രണ്ട് ട്രേഡിലേക്ക് മാക്സിമം ഫോം ഫില്ല് ചെയ്ത് കാണും. അപ്പോൾ രണ്ട് ഫിസിക്കൽ ചെയ്യണോ, രണ്ട് എക്സാം എഴുതണോ? കാര്യങ്ങൾ അറിയാൻ ഈ വീഡിയോ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതേപോലെയുള്ള ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടും പ്രോപ്പറായിട്ട് അറിയാനും വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതാണ് വരെ. സോ സെറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തില്ല എങ്കിൽ ഉടനെ ചെയ്യണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറയുന്നതായിരിക്കും. കോമൺ എൻട്രൻസ് എക്സാം ഒരു ദിവസമായിരിക്കുമോ? അതായത് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു കേഡറ്റിൻ്റെ ഒരു ദിവസം തന്നെ ആയിരിക്കും രണ്ട് ട്രേഡിൻ്റെയും എക്സാം വരാൻ പോകുന്നത്. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തു. കേരറ്റ്സ് 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും 2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു കേഡറ്റിന് മിനിമം രണ്ട് ട്രേഡിലേക്കും മാക്സിമം 3 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഡിപ്പെൻഡ് അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഹൈറ്റ് ക്രൈറ്റീരിയയും അനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ കേഡറ്റിനും എന്തായാലും മാക്സിമം രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോൾ GD എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ GD എന്നൊരു ട്രേഡിനോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക് എന്നൊരു ട്രേഡ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ GD എന്നൊരു ട്രേഡിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലർക്ക് എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്തോ അതോ ഇല്ലയോ എന്ന്. രണ്ട് ട്രേഡിന് നിങ്ങൾ സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്യണം. മനസ്സിലായോ? ആദ്യം ഇപ്പോൾ ആർമി GDക്ക് ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നിങ്ങൾ സെക്കൻഡ് ട്രേഡിന് ഒന്നുകൂടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ക്ലിയർ? ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനൽ തന്നെ. ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാം എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫോം ഫില്ലിങ്ങിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ April 1 ആണ്. അതുവരെ ടൈമുണ്ട്. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും രണ്ട് ട്രേഡിലേക്കും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നോട്ടിഫിക്കേഷൻ കൂടിയും വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ ആർമി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കേഡറ്റും ഈ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, രണ്ട് ട്രേഡിനും ഒരു ദിവസമാണ് എക്സാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏതെങ്കിലും ഒരു കേഡറ്റ് ഇപ്പോൾ ആർമി GD എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു കേഡറ്റ് ആർമി ടെക് എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്തു. കുട്ടികളെ എക്സാം സ്റ്റാർട്ട് ആകുന്നത് ആർമിയുടെ പാറ്റേൺ അനുസരിച്ചിട്ട് ആദ്യം ആർമി GDയുടെ ആയിരിക്കും, അതിനുശേഷം ട്രേഡ്സ്മാൻ്റെ ആയിരിക്കും, പിന്നെ WMP, പിന്നെ ടെക്, പിന്നെ ക്ലർക്ക്, പിന്നെ ഇതേ രീതിയിലാണ് പോകുന്നത്. ഫോം ഫില്ലിംഗ് ഏത് ട്രേഡിനാണോ ഏറ്റവും കൂടുതൽ അതിൻ്റെ ആയിരിക്കും എക്സാം ആദ്യം വരാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ആർമി GD എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ആദ്യം തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. മനസ്സിലായോ? അതിനുശേഷം പിന്നെ നിങ്ങൾ ടെക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 to 3 ഡേയ്സിന് ശേഷമായിരിക്കും പിന്നെ നിങ്ങളുടെ ടെക്കിൻ്റെ എക്സാം വരാൻ പോകുന്നത്. ട്രേഡ്സ്മാന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർമി GDയുടെ എക്സാം ഇന്നാണെങ്കിൽ നെക്സ്റ്റ് ഡേയിലായിരിക്കും നിങ്ങളുടെ ട്രേഡ്സ്മാൻ്റെ എക്സാം വരാൻ പോകുന്നത്. ക്ലിയർ? ട്രേഡ് വൈസ് ആണ് എക്സാം പോകുന്നത്. ആർമി GD ആദ്യം കംപ്ലീറ്റ് ആവും, അതിനുശേഷം ട്രേഡ്സ്മാൻ കംപ്ലീറ്റ് ആവും. ട്രേഡ്സ്മാൻ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, 10th ലെവലും ഉണ്ട്, 8th ലെവലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്ത് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും എക്സാം ഡേറ്റ് വരാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് എക്സാമും തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. GDയുടെ സെപ്പറേറ്റ് എക്സാം എഴുതണം. ടെക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്കിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ആ ഒരു ദിവസം നിങ്ങൾ ചെന്നിട്ട് പിന്നെ ടെക്കിൻ്റെയും എക്സാം എഴുതണം. നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ട്. രണ്ട് ട്രേഡിനും ഒരു ദിവസമല്ല എക്സാം വരാൻ പോകുന്നത്, സെപ്പറേറ്റ് ദിവസങ്ങളിലായിരിക്കും. രണ്ട് ട്രേഡിന് അല്ലെങ്കിൽ 3 ട്രേഡിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ട്രേഡിൻ്റെയും എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടൊക്കെ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കുള്ള ഡൗട്ടാണിത്. സെലക്ഷൻ പ്രോസസ്സിൽ ഒത്തിരി കാര്യങ്ങൾ വർഷം തോറും ആർമി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ എല്ലാ അപ്ഡേറ്റും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കുട്ടികളെ നോക്കുക, ഫിസിക്കൽ എങ്ങനെയായിരിക്കും? ഇതും ഒരു ഡൗട്ടാണ്. മിക്ക കുട്ടികളും രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഫിസിക്കൽ 2 തവണ അറ്റൻഡ് ചെയ്യണം. കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ട് തന്നെയാണ്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഫില്ല് ചെയ്യുന്ന എല്ലാവർക്കും ഡൗട്ട് വരും, 2 തവണ ഞാൻ ഫോം ഫില്ല് ചെയ്ത് അപ്പോൾ 2 ഫിസിക്കൽ ഓടണോ? ഒരു തവണ തന്നെ ഓടുന്ന എങ്ങനെയും ബുദ്ധിമുട്ടാണ്, അപ്പോൾ 2 തവണ ഓടണോ? ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്ഡേറ്റ് എന്താണ്? കോമൺ എൻട്രൻസ് എക്സാം ആണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? കോമൺ എൻട്രൻസ് എക്സാം അത് പാസ്സായാൽ പിന്നെ നിങ്ങളുടെ വരുന്ന റാലിയാണ്. റാലി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങളെ മെറിറ്റ് ലിസ്റ്റ് ആണ് വരുന്നത്. ഇതിനു മുൻപ് ഒരു പ്രോസസ്സുണ്ട്, ദാറ്റ് ഈസ്
മെഡിക്കൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വരുന്നത്. 1.6 കിലോമീറ്റർ കോമൺ എൻട്രൻസ് എക്സാം നിങ്ങൾ 2 ട്രേഡിന് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ 3 ട്രേഡിന് പാസ്സായിട്ടുണ്ടെങ്കിൽ, 3 ട്രേഡ് എന്ന് പറയുമ്പോൾ ഏതാണ്, ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന് കൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓടേണ്ടതായിട്ട് വരും. കാരണം നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഫിസിക്കൽ ചിലപ്പോൾ കേരളത്തിലായിരിക്കും, ചിലപ്പോൾ കർണാടകത്തിലായിരിക്കും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അഗ്നിവീർ കാറ്റഗറിയിൽ നിങ്ങൾ 2 ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾ അഗ്നിവീർ കാറ്റഗറിയിൽ 2 ട്രേഡിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഫിസിക്കൽ ഓടേണ്ടി വരും. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. പേടിക്കേണ്ട, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അവസാനം ഞാനൊരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. ക്ലിയർ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, റാലി ഒരു തവണ അറ്റൻഡ് ചെയ്താൽ മതി. അഗ്നിവീർ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ, എന്നെ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗ്നിവീറിൽ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണം, പിന്നെ എന്നയുടെ ഫിസിക്കലും അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം പിന്നെ മെഡിക്കൽ, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ 3 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതേ രീതിയിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അനൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും ആർമി, നേവി, എയർഫോഴ്സ്, SSCGD, RPF ഇത് റിലേറ്റഡ് ഒരു ഡൗട്ട് പോലും വരാൻ പാടില്ല. ഇന്ത്യയിലെ ഏതൊക്കെ ഡിഫൻസ് ഫോഴ്സസ് ആണോ അതിൻ്റെയൊക്കെ ഒരു ഡൗട്ട് പോലും വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങൾ 2026 ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ വളരെ കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇവിടെ നിങ്ങൾക്ക് രാവിലെ ഫിസിക്കൽ ട്രെയിനിങ്ങും പിന്നെ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും, പ്രോപ്പർ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളത്. ഓൺലൈനിലും ഓഫ്ലൈനിലും ലഭിക്കും. നോക്കൂ കുട്ടികളെ, ഓൺലൈൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. GD 2500, ട്രേഡ്സ്മാൻ 2500, ക്ലർക്ക് 4000, ടെക് 4000, NA 4000. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മറ്റെല്ലായിടത്തേക്കാട്ടും കൂടുതൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. GD 50 മോക്ക് ടെസ്റ്റ്, NA 50, ട്രേഡ്സ്മാൻ 50, ടെക് 20, ക്ലർക്ക് 20, WMB 50. ഇത്രയും മോക്ക് ടെസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ 2 to 3 ചാപ്റ്ററാണ് ഓരോ സബ്ജക്റ്റിനും കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനി ഒരു 4 to 6 വീക്ക് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കൂടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ ജോയിൻ ചെയ്യുക, ഫുൾ ബെനിഫിറ്റ് എടുക്കുക, നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുട്ടികൾ, ഇത് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. കറക്റ്റ് അപ്ഡേറ്റഡ് എന്തെങ്കിലും എമർജൻസി അപ്ഡേറ്റ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ പോളും ക്യൂസും അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റും എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. ഡിഫൻസ് ജോബുമായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യുക എല്ലാ കുട്ടികളും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ആണെങ്കിലും അതേപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ് ആണെങ്കിലും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.